അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഇന്ന് ഞങ്ങൾക്ക് സിഹിർ എങ്ങനെ സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച് ഒരൽപ്പം കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. ഒരാൾ മറ്റൊരാൾക്ക് സിഹിർ ചെയ്യുന്നത് പല ഉദ്ദേശം വെച്ചുകൊണ്ടാണ്. ചിലപ്പോൾ അസൂയ കൊണ്ടായിരിക്കാം, ചിലപ്പോൾ സാമ്പത്തികമായി തകർക്കാനായിരിക്കാം, അല്ലെങ്കിൽ ശാരീരികമായി തകർത്തുക, ജോലി നഷ്ടപ്പെടുത്തുക, കുടുംബ തകർക്കുക, ഭാര്യ ഭർത്താക്കന്മാരെ വേർതിരിപ്പിക്കുക, ഇയാൾക്ക് വരുന്ന നല്ലതെല്ലാം തടയുക. ഇത് ഒരു വിഭാഗ അസൂയ പൂത്ത പകപ്പൂത്ത ജനങ്ങൾ ചെയ്യുന്നതാണ്. എന്നാൽ അതുപോലെ മറ്റൊരു വിഭാഗമുണ്ട്, കൊല്ലാൻ വേണ്ടി ചെയ്യുന്ന സിഹിർ. ഒരാളെ ഇപ്പോൾ പല നിലക്കും കൊല്ലുന്നവരുണ്ട്. പക്ഷെ അതിലൊരു വിഭാഗമാണ് ഈ ഒരു വിഭാഗം. കൊല്ലാൻ വേണ്ടി, പകപ്പൂത്തു കൊല്ലാൻ വേണ്ടി ചെയ്യുന്ന സിഹിർ. ഇത് അപകടമാണ്. മരിക്കാൻ വേണ്ടി ചെയ്ത സിഹിർ, അത് എങ്ങനെ നമുക്ക് തിരിച്ചറിയാം? അതിന്റെ അടയാളങ്ങൾ എന്താണ്? അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. കൃത്യമായി നല്ല പോലെ ശ്രദ്ധിച്ചു കേൾക്കുക, ഇത് മനസ്സിലാക്കി വെക്കുക. 6 ഘട്ടങ്ങൾ കഴിഞ്ഞു. 7ാമത്തെ ഘട്ടത്തിലാണ് ഇയാൾക്ക് മരണം സംഭവിക്കുന്നത്. അതിന് മുമ്പുള്ള 6 ഘട്ടങ്ങൾ, അതിൽ 1, 2, 3 ഘട്ടങ്ങൾ വളരെ നിസാരമായിരിക്കും. അത് സൂചനകൾ മാത്രമായിരിക്കും. ആദ്യത്തെ സൂചന, അതിൽ 1ാമത്തെ സൂചന, സിഹിർ ബാധിച്ച ഈ മനുഷ്യൻ മെലിയാൻ തുടങ്ങും, ക്ഷീണിക്കാൻ തുടങ്ങും. അദ്ദേഹത്തിന്റെ ബുദ്ധിക്ക് അല്പം മിങ്ങൽ തുടങ്ങും. എല്ലാ കാര്യത്തിൽ ചിലത്, അദ്ദേഹത്തിന്റെ പല കാര്യങ്ങൾ, ചിലപ്പോൾ അയാൾ ഈ സിഹിർ ബാധിക്കുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും ഓർത്തു വെക്കാറുണ്ടായിരുന്നു. പക്ഷെ അതിൽ ചിലത് മറക്കാൻ തുടങ്ങും. ഉറക്കം കുറയും, തീരെ ഉറക്കം ഇല്ലാതെയാകും. മടി തുടങ്ങും, പല കാര്യത്തിലും മടി തുടങ്ങും. നല്ല കാര്യത്തിലും, അദ്ദേഹത്തിന്റെ ജോലിയിലും, അതുപോലെ നിസ്കാരത്തിലും, അള്ളാഹുക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുന്ന കാര്യത്തിലും അദ്ദേഹം മടി തുടങ്ങും. എല്ലാ കാര്യങ്ങൾക്കും ഒരു ഉന്മേഷം ഇല്ലാതിരിക്കും. ഏത് കാര്യമാണെങ്കിലും അതിൽ ഉന്മേഷമില്ലാതിരിക്കും. എല്ലാത്തിലും ഒരു അലസത തുടങ്ങും. ഇനി 2ാമത്തെ ഘട്ടം, ക്ഷീണം അല്പം കൂടും, തളർച്ച ഉണ്ടാകും. നടക്കുമ്പോൾ പ്രത്യേകിച്ച് കാണാൻ സാധിക്കും. നടക്കാൻ കഴിയാത്ത രൂപത്തിൽ അത് മാറും. ശരീരത്തിന്റെ നിയന്ത്രണം നമുക്ക് നഷ്ടപ്പെടും. ഉദാഹരണക്ക്, നമ്മൾ കയ്യിൽ എന്തെങ്കിലും എടുത്താൽ അത് താനറിയാതെ താഴെ വീഴും. നമുക്ക് അത് പിടിക്കാനുള്ള ബലം പോലും ഇല്ലാതെയാകും. വലിയ തോതിലുള്ള ചെറിയ തോതിലായിരിക്കും. ഇനി 3ാമത്തെ ഘട്ടത്തിൽ ഹൃദയമിടിപ്പും കൂടും. അയാൾക്ക് ശ്വാസം കിട്ടാതെയാകും. ശ്വാസമെടുക്കാൻ പ്രയാസപ്പെടും. ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടും സംഭവിക്കും. ഇത് 3ാമത്തെ ഘട്ടത്തിൽ സംഭവിക്കുന്നതാണ്. ഇനി 4ാം ഘട്ടത്തിൽ സംഭവിക്കുന്ന കാര്യം, തലയിൽ വേദന ഉണ്ടാവുക. തലയിൽ വേദന ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ തലവേദനയല്ല, തലയുടെ പിൻഭാഗത്ത് നല്ല വേദന ഉണ്ടാവുക, അല്ലെങ്കിൽ വലതുഭാഗത്തോ ഇടതുഭാഗത്തോ മൂർധാവിലോ നല്ല വേദന അനുഭവപ്പെടുക. ഇത് 4ാമത്തെ ഘട്ടമാണ്. ഇനി 5ാമത്തെ ഘട്ടം, ശരീരത്തിലെ അവയവങ്ങൾ വേദന ഉണ്ടാകാൻ തുടങ്ങും.
അത് ഒരു പക്ഷേ പല്ലാകും, നാവാകും, ചെവിയാകും, മൂക്കാകും, അല്ലെങ്കിൽ കൈ, കാൽ, ഈ മനുഷ്യന്റെ അവയവങ്ങൾ, പുറത്തു കാണുന്ന ആന്തരികമായ അവയവങ്ങളും വേദനയാകാൻ തുടങ്ങും. അത് ഒരു പക്ഷേ കൈയായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ കാളായിരിക്കും, അല്ലെങ്കിൽ പല ശരീരത്തിന്റെ പല ഭാഗങ്ങളുമായിരിക്കും. ഒന്നു കഴിഞ്ഞാൽ മറ്റൊന്നും എല്ലാം ഒപ്പം ഉണ്ടാവില്ല. ഒന്ന് കഴിഞ്ഞാൽ പിന്നൊന്നുണ്ടാകും. ഇതായിരിക്കും ആ രോഗത്തിന്റെ ലക്ഷണങ്ങൾ. ഇനി ആറാമത്തെ അടയാളം, ഇത് സിഹിറിന്റെ അവസാനത്തെ ഒരു അടയാളമാണ്. എല്ലാ പ്രശ്നങ്ങളും അതിന്റെ ഉച്ചസ്ഥാനത്ത് എത്തുക. അതിനു പുറമെ പല രോഗങ്ങൾ ഒന്ന് മാറിയാൽ മറ്റൊന്നു ഇത് ഡോക്ടർക്ക് കണ്ടുപിടിക്കാൻ സാധ്യമാകുന്നില്ല. എന്താണ് ഇതിന്റെ പ്രതിവിധി? എന്താണ് ഇതിന്റെ കാരണം? മരുന്ന് ഫലിക്കാതെ ആകും. ഇതാണ് അവസാന ഘട്ടം. ഇനി ഏത് ഡോക്ടറെ അടുത്ത് പോയാലും ഡോക്ടർ പറയും, എന്ത് രോഗം ഞങ്ങൾക്ക് അറിയുന്നില്ല, അല്ലെങ്കിൽ ഇതിന് മരുന്നില്ല, അല്ലെങ്കിൽ ഇനി ഈ മരുന്ന് എന്താവില്ല, ഇയാൾക്ക് കൊടുത്തിട്ട് ഗുണമില്ല എന്ന് പറയും. ഇനി കൂടുതൽ സമയമില്ല, അവസാന ഘട്ടം എത്തി, ഭൂമിയിൽ നിന്ന് വിട പറയുന്നു. ഇനി പരിഹാര മാർഗം. ഇനി നമുക്ക് അപ്പൊ ഇതെല്ലാം ഇങ്ങനെല്ലാം ആകുന്നുണ്ടെങ്കിൽ നമ്മളെ ജീവിതത്തില്, അല്ലെങ്കിൽ ഞങ്ങളെ ശരീരത്തില് ഇങ്ങനത്തെ ലക്ഷണങ്ങളെല്ലാം കാണുന്നുണ്ടെങ്കിൽ അതിന് പരിഹാരമായി നമ്മൾ പെട്ടെന്ന് ചെയ്യേണ്ടത്, അതിന് വേണ്ടത് ഒരു ഗ്ലാസ് വെള്ളം, അല്പം കരിഞ്ജീരക, അല്പം തേന്. ഇനി ഈ വെള്ളം ചുണ്ടിനോട് അടുത്ത് പിടിക്കണം. ചുണ്ടിനോട് അടുത്ത് പിടിച്ചു ചുണ്ടിനോട് അടുത്ത് പിടിച്ചു 27 സൂറത്തുൽ ഫാത്തിഹ ഓതുക. അതിനുശേഷം 27 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതുക. അതെല്ലാം ആ മുമ്പിൽ വെച്ച ആ വെള്ളത്തിലേക്ക് ഇഷ്വി 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 എന്ന് ഊതുക. ഈ സൂറത്തും ആയത്തും ഓതിയതിന് ശേഷം വീണ്ടും ഈ സ്ക്രീനിൽ കൊടുക്കുന്ന ഓരോ ആയത്തുകളും 21 പ്രാവശ്യം പോലെ ഓതുക. എന്നിട്ട് ആ വെള്ളത്തിലും കരിഞ്ജീരകത്തിലേക്കും അതുപോലെ തേനിലേക്കും ഇഷ്വി 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 എന്ന് ഊതുക. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരൽപ്പം തേൻ ആ വെള്ളത്തിലേക്ക് വീണ്ടും ഒഴിക്കുക. അത് ആർക്കാണ് സിഹിർ ബാധിച്ചത് അദ്ദേഹത്തിന് കുടിക്കാൻ കൊടുക്കുക. ഓരോ ദിവസത്തിൽ 1 പ്രാവശ്യം മാത്രം കൊടുക്കുക. ഇങ്ങനെ 21 ദിവസം ചെയ്യുക. പറഞ്ഞത് വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. ഇങ്ങനെ 21 ദിവസം ചെയ്യുക. അത് ചെയ്യേണ്ട സമയം മഗ്‌രിബും ഇശാഇന്റെ ഇടയിലായിരിക്കണം, അല്ലെങ്കിൽ സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷമായിരിക്കാം. അപ്പൊ ഇതെല്ലാം കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ട് അക്ഷരങ്ങൾ, ഖുർആനിന്റെ അക്ഷരങ്ങൾ തെറ്റാതെ ഓതുക, ശ്രദ്ധിച്ചു ചെയ്യുക. നിശ്ചയമായും അല്ലാഹു ഞങ്ങൾക്ക് ശിഫ നൽകും. അത് കഴിഞ്ഞാൽ പിന്നെ ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയ്യുൽ അദീം എന്ന ദിക്റും കൂടി അതിന്റെ കൂടെ ചെല്ലുക. 21 പ്രാവശ്യം. അതിന് കൂടുതൽ 100ഓളം ചെല്ലാം. കഴിയുന്നവർ 100ഓളം ചെല്ലിയാൽ നല്ലതാണ്. അതും കൂടി ഓതി ആ വെള്ളത്തിലും മറ്റുള്ള സാധനത്തിലേക്കും ഓതി ഊതുക. ഇത് ഇങ്ങനെ 21 ദിവസം വരെ ചെയ്യണം.
അത് ഓതന്റെ സമയം ഒന്നും കൂടി പറയാം, മഗ്രിബ് ഇശാഇന്റെ ഇടയിലായിരിക്കണം, അല്ലെങ്കിൽ സുബഹി നിസ്കാരത്തിന്റെ ശേഷമായിരിക്കാം. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ കാണുന്നവർ ഇതിനെ ഒന്ന് ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. അള്ളാഹു എല്ലാവർക്കും ഖൈറും ബർക്കത്തും റാഹത്തും സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നാം ചെയ്യുന്ന നല്ല പ്രവർത്തനത്തിലേക്ക് അള്ളാഹു ഖൈർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ധാരാളം ബർക്കത്ത് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സാഹിരീങ്ങളുടെ, സിഹിറന്മാരുടെ, ചതിയന്മാരുടെ, ഹസദന്മാരുടെ ഷെറിനെ തൊട്ടു അള്ളാഹു ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ടു നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഈമാൻ സലാമത്താക്കി തരുമാറാകട്ടെ. ആഖിബത്ത് അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. അവസാനം മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള പരിശുദ്ധ തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന യഥാർത്ഥ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്തരത്തിലുള്ള രോഗങ്ങളെ തൊട്ടു അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. കഴിയുന്നവർ ധാരാളം ഓരോ ദിവസവും മുടങ്ങാതെ ഹദ്ദാദ് ചൊല്ലാൻ ശ്രമിക്കുക. കഴിയുന്നവർ എന്നല്ല, അത് ഇശാ നിസ്കാരത്തിന്റെ ശേഷം